നമ്മുടെ IRCTC ഷിപ്പ് ടിക്കറ്റിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സേവ് ചെയ്ത് വെച്ചോ. 2026 ഓഗസ്റ്റ് 8 മുതൽ വെയിറ്റ് ലിസ്റ്റ് കൺഫർമേഷൻ, വെബ് ചെക്കിൻ എന്നിവയിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മെയിൻലാൻഡിൽ നിന്നും യാത്ര ചെയ്യുന്നവർ കപ്പൽ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പും ഐലൻഡിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ കപ്പൽ പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുമ്പും നിർബന്ധമായും അവരുടെ വെബ് ചെക്കിൻ പൂർത്തിയാക്കിയിരിക്കണം. ഈ പറയപ്പെട്ട സമയത്തിനുള്ളിൽ നിങ്ങൾ വെബ് ചെക്കിൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് നഷ്ടപ്പെടും, അതായത് നോ ഷോ ആയി മാറും. ആ ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും പാസഞ്ചറിന് കൺഫേമായി കൊടുക്കുകയും ചെയ്യും. കൂടാതെ അത് മാത്രമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഈ ടിക്കറ്റിന് റീഫണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് തന്നിരിക്കുന്ന, അതായത് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ വെബ് ചെക്കിൻ പൂർത്തിയാക്കുക. ഞാൻ ഒന്നുകൂടി പറയുന്നു, മെയിൻലാൻഡിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ കപ്പൽ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പും ഐലൻഡിൽ നിന്നും യാത്ര ചെയ്യുന്നവർ കപ്പൽ പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുമ്പും നിർബന്ധമായും വെബ് ചെക്കിൻ പൂർത്തിയാക്കിയിരിക്കണം. ഇനി വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് സമയത്തിന് മുമ്പോ ശേഷമോ ആയാലും നിങ്ങളുടെ ആ ടിക്കറ്റ് വെബ് ചെക്കിൻ വിൻഡോ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ചെക്കിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ കട്ട് ഓഫ് സമയമായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടിക്കറ്റ് ക്യാൻസൽ ആവുകയും അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്യാൻസലേഷൻ പോളിസി പ്രകാരമുള്ള ഒരു റീഫണ്ട് തുക നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തുക നൽകി ക്യാബിൻ ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വെബ് ചെക്കിൻ ചെയ്യാൻ മറന്നു പോകുന്നത് വളരെ ചെറിയൊരു അശ്രദ്ധയാണ്, എന്നാൽ അതുമൂലം നമുക്ക് വരാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് വെബ് ചെക്കിൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. ഇനി ഓൺലൈൻ വെബ് ചെക്കിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ കട്ട് ഓഫ് സമയം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും പോർട്ട് കൗണ്ടറിൽ നിന്നും ആ ടിക്കറ്റ് വെബ് ചെക്കിൻ ചെയ്യാവുന്നതാണ്. ഈ പുതിയ അപ്ഡേഷൻ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. ലക്ഷദ്വീപ് ഷിപ്പ് ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേഷന് വേണ്ടി പേജ് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഓക്കെ, ബൈ.